ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനവുമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പാകെയായിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ കുടുംബത്തിന്റെ പുറകിലായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന വ്യക്തി എന്നുള്ളത് സാപങ്ങളാണ്. സാപങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഓർമ്മകൾ ഇപ്പോഴും ഹൃദയത്തെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മകളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മുമ്പാകെയായിരിക്കുന്നു. ഒരുപക്ഷെ ചിന്തിക്കാം, സാപങ്ങളെ ഓർത്തുകൊണ്ടാണോ ദൈവം ശുശ്രൂഷിക്കുന്നത്, ദൈവത്തെ ഓർക്കേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കാം. മാനുഷികമായ നിലയിൽ നാം പലപ്പോഴും ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ്. കവി പറഞ്ഞതുപോലെ ഓർമ്മകൾക്ക് എത്ര സുഖം, ഓർമ്മകൾക്ക് എത്ര സൗന്ദര്യം. ആ ഓർമ്മകളുടെ മുൻഭാഗം തന്നെയാണ് ഇപ്പോഴും നാം ആയിരിക്കുന്നത്. കാരണം അത്രമാത്രം ഓർമ്മകൾ ഈ ഭൂമിയിൽ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പ്രകാശൻ ഇവിടെ വാങ്ങിയത്. ആ ഓർമ്മകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സങ്കീർത്തനം 84 നിന്നാണ് സംസാരിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. ഇന്നും ഒരു സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 115 12 വാക്യത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വായിക്കുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. നാം ഈ ലോകത്തോട് ചിന്തിച്ചു നോക്കുമ്പോൾ മനുഷ്യനെ മറക്കുന്നതായ അനുഭവങ്ങൾ കൂടി കടന്നു പോവുകയാണ്. എങ്കിലും മനുഷ്യനെ മുൻപോട്ട് നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഒരു സുഖം എന്ന് പറയുന്നത് അവന്റെ ഓർമ്മകൾ തന്നെയാണ്. നാം വൃദ്ധസദനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ മക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ വൃദ്ധസദനക്കായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും അവരെ അവിടെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യം എന്നുള്ളത് തങ്ങളുടെ മക്കൾ തങ്ങളെ ചേർക്കുവാനായിട്ട് വരും. ആ വിദൂരതയിലോട്ട് നോക്കിക്കൊണ്ട് അവർ എപ്പോഴും ഓർക്കുന്ന കാര്യം, എന്നെങ്കിലും ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി വരും എന്നുള്ള വലിയ ഒരു ഓർമ്മയാണ് അവരെ അവിടെ നിർത്തുവാനായിട്ട് കൂടുതലും പ്രേരിപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് നമ്മോട് പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ഓർക്കും എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായ ഒരു ആലോചന, വ്യക്തമായ ഒരു വാക്യം നമ്മുടെ കാണുകയാണ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അനേകം വ്യക്തികളെ ദൈവം ഓർത്തതായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും യഹോവ നമ്മെ ഓർക്കണമെങ്കിൽ, അവൻ നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം എപ്രകാരം ഉള്ളവർ ആയിരിക്കണം? അതിന് താഴെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നു, 13 വാക്യം. അവന് ഇവിടെ കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ യഹോവയുടെ ഒരു പറയുകയാണ്, അവൻ യഹോവ ഭക്തരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവയുടെ സന്നിധിയില് അവൻ നമ്മളൊക്കെയും നിൽക്കുമ്പോൾ അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസവുമില്ല. ദരിദ്രനെന്നോ പണക്കാരനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ യഹോവയുടെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ അവൻ നോക്കുന്നത് ഹൃദയത്തിലോട്ട് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയാക്കുകയാണ്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം എങ്ങനെയാണ് ജീവിക്കുന്നത്, നാം ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കിക്കാണുമ്പോൾ അത് യഹോവ ഭക്തിയോട് കൂടിയാണോ നാം ജീവിക്കുന്നത് എങ്കിൽ അവൻ നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അപ്രകാരം വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അനേകം വ്യക്തികളെ ദൈവം തക്ക സമയത്ത് ഓർത്തതും അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മുടെ പരിചിതമായ ഒരു വാക്യമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എസ്തേർ 3-ന്റെ 2-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെ ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. നാം ഒരു വ്യക്തിയോട് പരിചയപ്പെടുകയാണ്, മൊർദെഖായി.
മൊർദെഖായിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൊർദെഖായി അവിടെ ഹാമാൻ ഒരു പൈശാചികമായ തന്ത്രങ്ങളുമായിട്ട് അവനെ എതിരേറ്റു വരികയാണ്. അവന് ദൈവത്തോടുള്ള ഒരു സ്നേഹത്തെ എങ്ങനെയെങ്കിലും കളയണമെന്നുള്ള പിശാചിന്റെ തന്ത്രം അത് ഹാമാനിൽ കൂടി ഇവിടെ നടപ്പാക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടെ ഒരു രാജാവിനെ കൊണ്ട് ഒരു ഉത്തരവിടിപ്പിക്കുകയാണ്, ഹാമാന്റെ മുന്നിൽ നമസ്കരിക്കുക, സേവിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മൊർദെഖായി ഒരിക്കൽ പോലും ഹാമാൻ കടന്നു വന്ന വഴിയിൽ ഹാമാൻ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്തതായിട്ട് നാം കാണുന്നില്ല. അപ്പോൾ ഹാമാന്റെ ദേഷ്യം അത് വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം തന്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു കഴുമരം അവിടെ ചുമത്തവളെ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, അവൻ ദേഷ്യം എന്നിട്ടും അടങ്ങുന്നില്ല. അവൻ പറയുകയാണ്, അവന്റെ ജാതിയെ കൂടെ ഇല്ലാതാക്കി കളയണം, അവരെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂല നാശം വരുത്തി കളയണമെന്ന് അവൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ നമസ്കരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയും ജനത്തെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള പിശാചിന്റെ തന്ത്രം നാം കാണുകയാണ്. എന്നാൽ തക്ക സമയത്ത് മൊർദെഖായിയെ ഓർത്ത ദൈവം ഹാമാൻ മൊർദെഖായിയെ എങ്ങനെ നശിപ്പിച്ചു കളയണമെന്ന് തുണിഞ്ഞുവോ അതേ നാണയത്തിൽ തന്നെ അവനെ ലഭിപ്പാൻ ഇടയായിത്തീരുക പിന്നീട് കാണുകയാണ്. ഹാമാനെ അവൻ തയ്യാറാക്കിയ ആ കടുമരത്തിൽ തന്നെ തൂക്കിക്കളയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല, തന്റെ മക്കളെയും ആ നിലയിൽ തന്നെ തൂക്കിക്കളയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മൊർദെഖായിക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് വളരെ സുപരിചിതമാണല്ലോ. അദ്ദേഹം രാജാവ് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീർത്തു. അവരെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീർത്തു. അതിന്റെ അവസാനത്തിൽ നാം കാണുന്നു 6:9 വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കുന്ന രക്ഷിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് പട്ടണത്തിൽ കൂടെ കൊണ്ടു നടന്ന രാജാവ് ബഹുമാനിപ്പാൻ രക്ഷിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യണം. അതേ മൊർദെഖായിയെ ദൈവം ഓർക്കുകയാണ്. മൊർദെഖായി ഒരു കഷ്ടതയുടെ നടുവിൽ കൂടി കടക്കുവാനായിട്ട് തെളിയുകയാണ്. പിശാച് അവരെ തകർത്ത് കളയുവാനായിട്ടുള്ള സന്ദർഭത്തിൽ നിൽക്കുകയാണ്. തന്റെ ജനത്തെ തകർത്ത് കളയുവാനായിട്ട് പിശാച് തക്കം പാർത്തിരിക്കുന്ന ഒരു അനുഭവത്തിൽ ആ തക്ക സമയത്ത് മൊർദെഖായിയെ ഓർത്ത് ഹാമാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് രാജാവിനെ ബഹുമാനിപ്പാൻ തക്കവണ്ണം, ജനങ്ങളെ ബഹുമാനിപ്പാൻ തക്കവണ്ണം മൊർദെഖായിയെ ദൈവം അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനായ മനുഷ്യനെ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെ കർത്താവ് തക്ക സമയത്ത് ഓർക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാം മൊർദെഖായിൽ കൂടെ കാണുന്നത്. പിന്നെ നാം മുൻപോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19 അതിന്റെ 29 വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19 അതിന്റെ 29 വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ഓർക്കുന്ന മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. അബ്രഹാം ജീവിച്ച ആ തലമുറയിൽ, അബ്രഹാമായിരുന്ന ആ സ്ഥലങ്ങളിൽ, ആ ദേശമൊക്കെയും അല്ലെങ്കിൽ ആ പട്ടണമൊക്കെയും ആ പാപത്താൽ നിറയപ്പെട്ട് ദുഷ്ടരായ ഒരു ജനം വസിച്ചിരുന്ന ഒരു കാലങ്ങളിലാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. ഒരു പക്ഷെ നമ്മുടെ ബാഹ്യമായ ചിന്തയിൽ ചിലപ്പോൾ ആ പാപങ്ങളൊക്കെ അല്ലെങ്കിൽ ആ മോഹങ്ങളൊക്കെ ഒരുപക്ഷെ അബ്രഹാമിനെ മാടി വിളിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അബ്രഹാം അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തതായിട്ട് നാം കാണുകയാണ്. അബ്രഹാം ദൈവത്തിന് കൊടുക്കുന്നവനായിരുന്നു, ദൈവജനത്തെ സ്നേഹിക്കുന്നവനായിരുന്നു അബ്രഹാം എന്ന് നാം മുമ്പോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇവിടുന്ന് ആ ദേശത്തെ നശിപ്പിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത ദൈവം, അബ്രഹാമിനെ ഓർത്തപ്പോൾ ലോത്തിനെ വിടുവിച്ച ലോത്തിനെ വിടുവിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. തന്റെ ഭക്തന്മാരെ തക്ക സമയത്ത് ഓർക്കുന്ന ദൈവം തന്റെ പ്രവൃത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികൾ കൊണ്ട് അത് മറ്റുള്ളവരെ വിടുവിക്കുന്നതായിട്ടുള്ള അത്ഭുതം നമ്മൾ കാണുകയാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി കാണുമ്പോൾ നമ്മുടെ ദേശത്തെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ രക്ഷിക്കാനായിട്ട് നമ്മളെ തക്ക സമയത്ത് നമ്മളെ ഓർക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമോ? നാം അപ്രകാരമാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ ഓർത്തപ്പോൾ ലോത്തിനെ വിടുവിച്ച ദൈവത്തിന്റെ സ്നേഹം,
തലമുറകളെ നൽകി അബ്രഹാമിനെ മാനിച്ച വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ ഇടയാക്കിയ ദൈവസ്നേഹം. കാരണം അബ്രഹാം ദൈവഭക്തനായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, ദൈവത്തിന് കൊടുക്കുന്നവനായിരുന്നു. പിന്നീട് നാം മുൻപോട്ട് പോകുമ്പോൾ മറ്റൊരു സുപരിചിതരായ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിന്മേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. ഇവിടുന്ന് ദൈവം മറ്റൊരു വ്യക്തിയെ ഓർക്കുകയാണ്. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. എന്തുകൊണ്ടാണ് ദൈവം നോഹയെ ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്? എങ്ങനെയായിരുന്നു നോഹയുടെ ജീവിതം? അതിന് 6:9 നാം വായിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ ശേഷം നോഹ പെട്ടകത്തിനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. 6:9 നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ തലമുറയിലെ നിഷ്കളങ്കനായ ഒരു വ്യക്തി, നീതിമാനായ ഒരു വ്യക്തി, ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് നോഹയെ തക്ക സമയത്ത് ദൈവം ഓർക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇവിടെ നോഹയെ ദൈവം ഓർത്തപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നുള്ളത് ആ ജലപ്രളയം നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. വെള്ളം ഭൂമിയിൽ നിന്ന് വറ്റിപ്പോകുവാനായിട്ട്, നിലച്ചു പോകുവാനായിട്ട് ഇടയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനായ മനുഷ്യനെ ദൈവം ഓർക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. ദൈവമക്കളെ, ദൈവഭക്തനായ മനുഷ്യനെ ദൈവം എത്രത്തോളം കരുതുന്നു, അവൻ എത്രത്തോളം ഓർക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വ്യക്തമായ തെളിവാണ് നമ്മൾ വായിച്ചു കേട്ടത്. നോഹയെ ദൈവം ഓർക്കുവാൻ കാരണം അവൻ നീതിയോടുകൂടി ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നീട് വായിക്കുന്നത് നോഹയെ ദൈവം വർദ്ധിപ്പിച്ചു, അവന്റെ തലമുറയെ ദൈവം മാനിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിലെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. അവനുള്ളതിനെ ഇരട്ടിയായി നൽകുന്ന ഒരു ദൈവമാണ്. പിന്നീട് മുൻപോട്ട് പോകുമ്പോൾ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാവിലെയായി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാനത്തിന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഓർത്ത മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. ഹന്നയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഹന്ന ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവൾ എപ്പോഴും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുവാൻ വാഞ്ചിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾ ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം പകരുന്ന ഒരു സ്ത്രീയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്കിലും പിശാച് അവളെ പലപ്പോഴും വ്യസനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവൾ ആലയത്തിലൂടെ പോകുമ്പോൾ വായിക്കുന്നത് 5-ാം അധ്യായത്തില് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്യുന്നു. പിശാചിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നാം ദൈവത്തോട് അടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തോട് നാം എത്രമാത്രം അടുക്കുന്നുവോ അത്രമാത്രം പിശാചിന് നമ്മോട് ദേഷ്യം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്, അവിടെ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന ആ സമയത്ത് അവിടെ ആ പെണ്ണിന് അവളെ വ്യസനിപ്പിക്കുകയാണ്, അവളെ മുഷിപ്പിക്കുകയാണ്. പിശാചിന് ഒരു തന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആലയത്തിലേക്ക് പോകരുത്, അവൾ ദൈവത്തെ സ്തുതിക്കരുത്, അവളുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ പകരരുത് എന്ന് പിശാച് വളരെയേറെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ അവൾ ആലയത്തിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം പിശാച് തുണിഞ്ഞിറങ്ങുന്നത്. എന്നാൽ കർത്താവ് അവളെ തക്ക സമയത്ത് ഓർത്തു. അവളുടെ നിന്ദയെ കർത്താവ് മാറ്റുകയാണ്, അവളുടെ അപമാനത്തെ കർത്താവ് മാറ്റുകയാണ്. അവൾക്ക് ഒരു മകനെ നൽകി ദൈവം മാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ മക്കളെ, ദൈവഭക്തരായ മനുഷ്യരെ തക്ക സമയത്ത് ഓർക്കുന്ന ദൈവം, അവരുടെ നിന്ദയെ മാറ്റുന്ന ദൈവം,
അവരുടെ പരിഹാസങ്ങളെയും അപമാനത്തെയും മാറ്റി അവരെ മാന്യതയുള്ളവരാക്കി തീർക്കുന്ന ഒരു ദൈവം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്നു എന്നുള്ള തിരുവചന പ്രകാരം പിതാവിനായി മാനിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. അവിടെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുകയാണ്. പിന്നീട് മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ദൈവം ഓർത്ത മറ്റൊരു വ്യക്തിയെ നാം കാണുകയാണ്. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ യോബ് പറയുകയാണ്, എന്നെ ഒന്ന് ഓർത്തെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ കർത്താവ് തക്ക സമയത്ത് ആ യോബിനെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോബ് എങ്ങനെ നടന്ന ഒരു വ്യക്തിയായിരുന്നു. 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ യോബിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം നാം കാണുകയാണ്. അവൻ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ നീതിയോട് കൂടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ യോബിനെ, ആ ദൈവത്തെ സ്നേഹിച്ച ദൈവഭക്തനായ ആ യോബിനെ തകർത്ത് കളയുവാനായിട്ട് ആ പിശാച് തക്കം പാർത്തിരിക്കുകയാണ്. അവനെ എങ്ങനെയും ദൈവസന്നിധിയിൽ നിന്ന് ഓടിക്കണം, അവനെങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് തള്ളിപ്പറയണമെന്ന് യോബിന്റെ പുറമെ ആ പിശാച് നടക്കുകയാണ്. അത് ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരെ അകറ്റിക്കളയുവാൻ തക്കം പാർത്തിരിക്കുന്ന പിശാചിനെ നമ്മൾ കാണുകയാണ്. തന്റെ കൂട്ടുകാരിൽ കൂടി, തന്റെ ആ ഭാര്യയിൽ കൂടി അത് പിശാച് ഇടപെടുകയാണ്. ആ ലോകത്തിൽ കൂടി പിശാച് അവന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് തകർത്ത് കളയുവാൻ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം തക്കം പാർത്ത് നിൽക്കുന്ന പിശാച്. എന്നാൽ ദൈവഭക്തനായ ആ യോബ് അവസാനം വരെയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇടയായപ്പോൾ ആ തക്ക സമയത്ത് ദൈവം അവനെ ഓർത്തുനിന്ന് കാണുകയാണ്. ആ അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കുന്നു, 12-ാമത്തെ വാക്യം, ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, തന്റെ ഭക്തരെ മാനിക്കുന്ന, തന്റെ ഭക്തരെ കരുതുന്ന, തന്റെ ഭക്തരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ നാം കാണുകയാണ്. ഇരട്ടിയായ പ്രതിഫലങ്ങളെ നൽകുന്ന കർത്താവ്. ദൈവത്തിന് വേണ്ടി അവസാനത്തോളം നിലനിൽക്കുമെങ്കിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാനിക്കുവാൻ, നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായിട്ട് തരുവാൻ, നമ്മളെ നിന്നയെ മാറ്റുവാൻ, നമ്മെ മാനിപ്പാൻ മതിയായ ഒരു ദൈവമാണ്. പിന്നെ നാം മുൻപോട്ട് പോകുമ്പോൾ മറ്റൊരു സുപരിചിതനായ വ്യക്തിയെ കാണുന്നു. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ നാം കാണുന്നു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ് അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദാനിയേൽ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേല്. ആ ദാനിയേലിനെ എങ്ങനെയാണ് പരീക്ഷിക്കണമെന്ന് പിശാചിന് തോന്നുകയാണ്. പിശാച് അവിടുത്തെ അധ്യക്ഷന്മാരുടെ രൂപത്തിൽ, പ്രധാന ദശാധിപന്മാരുടെ രൂപത്തിൽ അവരെ എതിരേറ്റ് വരികയാണ്. അവന് ദൈവത്തോടുള്ള സ്നേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അവൻ ദൈവത്തെ അല്ലാതെ മറ്റൊരാളെ ഒന്ന് നമസ്കരിക്കണമെന്ന പിശാചിന്റെ അതിയായ വാഞ്ച. ആ വാഞ്ചയായ പിശാച് അവന്റെ അടുക്കലേക്ക് വരികയാണ്. അവർ രാജാവിനെ കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. രാജാവിനെ അല്ലാതെ മറ്റാരെയും ഈ ലോകത്തുള്ള മനുഷ്യർ നമസ്കരിക്കരുത്, സേവിക്കരുത്, പ്രാർത്ഥിക്കരുത് എന്നൊരു ഉത്തരവ് ആ സൂത്രത്തിൽ പിശാച് രാജാവിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നാൽ ആ പിശാചിന്റെ തന്ത്രത്തെ അവിടുന്ന് തകർത്തുകൊണ്ട് ആ ദാനിയേൽ ദൈവത്തെ മാത്രം നമസ്കരിപ്പാൻ, ദൈവത്തെ മാത്രം സേവിപ്പാനായിട്ട് റെഡിയായി തീരുകയാണ്. എന്റെ ജീവൻ പോയാലും ഞാൻ എന്റെ കർത്താവിനെ അവസാനത്തോളം സ്നേഹിക്കുന്നുള്ള ആ ദാനിയേലിന്റെ വാഞ്ചാപ്യപ്പെട്ടവരെ ആ സിംഹക്കുഴിയിലോട്ട് അവനെ തള്ളിയിട്ടപ്പോഴും അവൻ ആ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനോട് പറ്റിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ അവനെ ഓർത്ത കർത്താവ്, അതിനെ അവരുടെ ഭയത്തിൽ അവൻ കഴിഞ്ഞപ്പോഴും അവനെ ഓർത്ത കർത്താവ് സിംഹങ്ങളുടെ വായടപ്പിച്ചുകൊണ്ട് അവനെ ഓർത്ത ആ കർത്താവ്. പിശാച്
ദൈവഭക്തരായ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഇതാ ആ ദൈവഭക്തരായ മനുഷ്യർ കർത്താവിനോട് കൂടുതൽ അടുക്കുകയാണ്. ആ ദൈവഭക്തരായ മനുഷ്യർക്ക് അറിയാം, എന്റെ ദൈവം സകലത്തിനും മതിയായ ദൈവമാണ്. എന്നെ ഏതവസ്ഥയിൽ നിന്ന് വെളിയിരുപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുന്ന ഒരു ദൈവഭക്തരായ മനുഷ്യന് ഒരു തിരിച്ചറിവുണ്ട്. നാം സദൃശവാക്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ മോർണിംഗ് ഫെലോഷിപ്പിൽ. അവിടെയൊക്കെയും കാണുന്നത് ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്ന യഹോവാഭക്തരായ മനുഷ്യർക്ക് വരുന്ന അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ആശ്രയിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ, വചനത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ തരുന്ന പ്രത്യാശ എന്നുള്ളത് ഏതവസ്ഥയിലും നമ്മെ നടത്തുവാൻ ആ ദൈവസ്നേഹത്തിന് കഴിയും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ജോസഫിനെ ഓർത്ത ദൈവത്തെ കാണുകയാണ്. 39 അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് വായിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹിച്ച ജോസഫ് എന്നാൽ സഹോദരന്മാരിൽ കൂടി ആ പോത്തിഫറിന്റെ ഭാര്യയിൽ കൂടി അതേ ആ വശീകരണത്തിൽ കൂടി ആ പിശാച് അവരെ അവിടുന്ന് പരീക്ഷിക്കുകയാണ്. എന്നാൽ ആ വശീകരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ജോസഫിനെ നാം കാണുകയാണ്. പിന്നീട് അവൻ സംഭവിച്ചു, അവരെ തക്ക കാലഘട്ടത്തിൽ നിന്ന് തക്ക സമയത്ത് കർത്താവ് ഓർക്കുകയാണ്. ആ ദേശത്തിന്റെ അധിപതിയാക്കി ആ ജോസഫിനെ ദൈവം മാറ്റുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പുട്ടക്കിണറ്റിൽ ജോസഫിനെ ഓർത്ത ദൈവം, കാരാഗ്രഹത്തിൽ ജോസഫിനെ ഓർത്ത ദൈവം, അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മയും ഓർക്കുന്ന ഒരു ദൈവമാണ്. ഭക്തിയോടുകൂടി ജീവിച്ചാൽ, നീതിയോടുകൂടി ജീവിച്ചാൽ, ദൈവസ്നേഹത്തിൽ നാം എപ്പോഴും ആയിരുന്നാൽ അവൻ നമ്മെ ഓർക്കുന്ന, അവൻ നമ്മെ വിടുവിക്കുന്ന, അവൻ നമ്മെ കരുതുന്ന, അവൻ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ്. പിന്നെ ഇന്ന് മുൻപോട്ട് പോകുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ ദൈവഭക്തരായ രണ്ടുപേരെ പരിചയപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും ഇവിടുത്തെ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുകയാണ്, സെക്കരിയാവും എലിശബത്തും. അവരെ കുറിച്ചുള്ള സാക്ഷ്യം ഇവിടെ നാം കാണുകയാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തരായ രണ്ട് മനുഷ്യരെ നാം ഇവിടെ കാണുകയാണ്. എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പ്രയാസമുണ്ട്, അവർക്കൊരു വിഷമമുണ്ട്. പിശാച് അവിടെ അവരുടെ ഹൃദയത്തെ വ്യസനിക്കുവാൻ തക്കവണ്ണം ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എലിസബത്ത് മച്ചിയായിരുന്നു എന്ന് നാം വായിക്കുകയാണ്. എന്നാൽ ആ തക്ക സമയത്ത് എലിസബത്തിനെ ഓർക്കുന്ന ദൈവം അതിലെ 75-ാം വാക്യത്തോട് കടന്നു വരുമ്പോൾ നാം വായിക്കുന്നു, അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടും ആകുന്നു. ആ അബ്രഹാമിനോട് ചെയ്ത നിയമത്തെ തക്ക സമയത്ത് ഓർത്ത ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. അബ്രഹാമിനോട് ചെയ്ത ആ കാരുണ്യത്തെ, കരുണയെ കൃത്യമായ സമയത്ത് ഓർത്ത ഒരു ദൈവത്തെ നാം ഇവിടെ കാണുകയാണ്. അവരെ ആ എലിസബത്തിന് മകനെ നൽകി മാനിക്കുന്ന ഒരു കർത്താവ് തന്റെ മക്കൾക്ക് നൽകിയ നിയമത്തെ തക്ക സമയത്ത് ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. ആ ദൈവത്തെയാണ് നാം പിൻപറ്റുന്നത് എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന, തക്ക സമയത്ത് ഓർക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ഇസ്രായേലിനെ ഓർത്ത ദൈവം ആ ഇസ്രായേലിനെ തകർത്ത് കളയുവാൻ ശമൻ വട്ടം ചുറ്റും കൂടിയപ്പോൾ അവനെ തകർത്ത് കളയുവാൻ, ഇസ്രായേലിനെ തകർത്ത് കളയുവാൻ ഇച്ഛിച്ചുവോ അതേ നിലയിൽ ആ ഫറവോനെ തകർത്ത് കളഞ്ഞ ദൈവം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആയിരുന്നല്ലോ ഇസ്രായേലിൽ നിന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ പിശാചിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു പോകരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഫറവോനും കൂടെ ആ ഇസ്രായേൽ ജനത്തെ പരീക്ഷിക്കുവാനായിട്ട് പിശാചിനിടയായിട്ട് തീർന്നത്. എന്നാൽ കർത്താവ് ഇസ്രായേലിനെ ഓർത്ത ദൈവമാണ്, മോശയെ ഓർത്ത ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇനി മുൻപോട്ട് പരിശോധിക്കുമ്പോൾ അനേകം ദൈവഭക്തരായ മനുഷ്യരെ കർത്താവ് കൃത്യമായ സമയത്ത് ഓർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം ദൈവഭക്തിയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കുമോ
അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും മാതൃകയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുമോ? ഈ ദൈവപുത്രനായ മനുഷ്യനെ കുറിച്ച് പഠിച്ചപ്പോൾ ദൈവസന്നിധിയിൽ എഴുതപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യമായി ഓടി കയറി വന്നത് പോലെ തന്നെയായിരുന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്തപ്പോൾ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ പിശാച് ഒരു പ്രതിയോഗിയായി ഇതേ ദൈവഭക്തനെ ആ പ്രതിയോഗിയായിരുന്നില്ല അതേ പിശാച് സാമൂഹ്യ പരീക്ഷിക്കുവാനായിട്ട് ലോകത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു വന്നതായിട്ട് ഓർമ്മയുണ്ടല്ലോ. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങൾ ലോകത്തിൽ കൂടി പിശാച് ആ ദാസനെ അവിടെ നിന്ന് മുഷിപ്പിക്കാനായിട്ട് ഇടയായപ്പോൾ ആ ദാസൻ ആ ലോകത്തിന്റെ ശക്തിയേക്കാൾ കൂടുതൽ ദൈവവേലയ്ക്കായിട്ട് തന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചതായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ ലോകം എത്രമാത്രം തന്നെ തളർത്തിയോ അതിനേക്കാൾ ശക്തിയോട് കൂടി ദൈവവേലയ്ക്ക് വേണ്ടി ജനത്തെ ദൈവത്തിലേക്ക് ആകർഷിക്കേണ്ടതിന് ആ വേല ചെയ്ത ആ കർത്തദാസൻ, പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മാതൃകയാണ് പ്രിയദാസൻ നമുക്ക് മുമ്പിൽ വെച്ചു പോയത്. ഇന്ന് നാം ഓർത്തെടുക്കുന്നത് അല്ലെങ്കിൽ തന്റെ ദാസനെ ഓർക്കുന്നു എന്നുള്ളത് അവരുടെ നാമം മഹത്വപ്പെടുത്തുന്നത്, കർത്താവിനെ കൂടി കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് തന്റെ ഭൂമിയിൽ താൻ ചെയ്തു വെച്ച അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ ദൈവത്താൽ ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്ക് ഇവിടെ കഴിയുമോ? ദൈവത്തിന് വേണ്ടി കൊടുപ്പാൻ, ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നമുക്ക് ഇവിടെ സാധിക്കുമോ? പ്രിയദാസൻ നമുക്ക് വലിയ ഒരു മാതൃകയായിരുന്നു. ഒരു ചെറിയ കോൾ വരുമ്പോൾ, ചെറിയൊരു തലവേദന വരുമ്പോൾ രോഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ എത്രയോ വട്ടം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പ്രിയദാസൻ തന്റെ രോഗം മറന്നുകൊണ്ട്, തന്റെ ബലഹീനത മറന്നുകൊണ്ട് ആ മറ്റു സ്ഥലങ്ങളിലൂടെയും പോയി ആ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു ദാസൻ. പ്രിയപ്പെട്ടവരെ, ആ ഓർമ്മകൾ വളരെയേറെ എന്നെ വിഷമിപ്പിച്ച അവസ്ഥയാണ്. അതിന്റെ ഓർമ്മകൾ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ മിസ് ചെയ്തത് കൊണ്ടാണ് മാത്രമാണ്, അല്ലെങ്കിൽ മനകുത്ത് നോക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ പ്രകാരം ആ മാതൃകകൾ നമുക്ക് മുമ്പിൽ വെച്ചു പോയ ആ ദൈവഭക്തർ നമുക്ക് മുമ്പിൽ വെച്ചു പോയ മാതൃകകളെ പിൻപറ്റി തന്നെ ആ ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, ആ കർത്താവിനെ സ്നേഹിപ്പാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരട്ടെ. നാം വാക്കുമേ വായിച്ച സങ്കല്പത്തിലോട്ട് നമുക്ക് തിരിഞ്ഞു വരാം. 15-ാം സങ്കീർത്തനം. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അതിന്റെ 14-ാം വാക്യത്തിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു ആശീർവാദം നാം കാണുകയാണ്. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരാശീർവാദം നമ്മുടെ കാണുകയാണ്. അവൻ പറയുകയാണ്, നിങ്ങളെ മേൽക്കുമേൽ ഞാൻ വർദ്ധിപ്പിക്കും, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. എങ്ങനെയുള്ളവരുടെയാണ്? ദൈവഭക്തരായി ജീവിക്കുന്ന, നീതിയോടെ ജീവിക്കുന്ന, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന, അതേ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന, ദൈവത്തിന് മുന്നിൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന ആ വ്യക്തികളെ ദൈവമേൽക്കുമേ വർദ്ധിപ്പിക്കും, ഇരട്ടിയായി അനുഗ്രഹിക്കുമെന്നുള്ള വലിയ ഒരു അനുഗ്രഹമാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ, നമ്മെ എങ്ങനെ തകർത്ത് കളയാമെന്ന് പിശാച് വട്ടം കൂടുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടെ ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ, അവനോട് പിൻപറ്റി ചെല്ലുവാൻ, അവനോട് കൂടെ നടക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം. നാം രാവിലെ വായിക്കുന്ന സദൃശ്യവാക്യത്തെ ആയിരിക്കുമ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു വാക്യമുണ്ട്. സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഒരുത്തിന്റെ വഴിയുടെ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുത്തിന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായി തോന്നുമ്പോൾ, എങ്ങനെയാണ് യഹോവയ്ക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത്? യഹോവ ഭക്തിയോട് കൂടെ ജീവിക്കുമ്പോൾ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോഴാണ് യഹോവയ്ക്ക് അവന്റെ വഴികൾ ഇഷ്ടമായിട്ട് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവിനുള്ള വഴികൾ ഇഷ്ടമായിട്ട് തോന്നുമ്പോൾ നമ്മൾ കാണുകയാണ്, അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. നാം മുന്നേ വായിച്ച ആ ദൈവപ്രടക്കുകയും ജീവിതത്തിൽ അതേ സാധാരണ പലവിധമായ തന്ത്രങ്ങളാൽ അവനെ എതിരേറ്റ് ചെന്നപ്പോൾ, പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ, പ്രതിയോഗിയായിട്ട് നിന്നപ്പോൾ ആ ശത്രുക്കളെ അവരോട് ചേർത്ത് ഇടക്കുമാറായിട്ട് ഇടയായിട്ട് തീർന്നു. എത്രയോ ശ്രേഷ്ഠകരമായ ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, നാം ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്,
നമുക്ക് പ്രയാസമുണ്ട്, ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്. പാടുന്നത് പോലെ യേശു ക്രിസ്തുവിൻ ഭക്തിയോടെ ജീവിപ്പാൻ, യേശു ക്രിസ്തുവിൻ ഭക്തിയോടെ ജീവിപ്പാൻ ആശിച്ചിടുന്നവർക്കു പീഡയുണ്ട് നിർണയം, ആശിച്ചിടുന്നവർക്കു പീഡയുണ്ട് നിർണയം. ദാനിയേലിനാൽ സിംഹവായടച്ചവൻ, ദാനിയേലിനാൽ സിംഹവായടച്ചവൻ വാനിൽ ജീവിക്കുന്നു നമ്മെ കാവൽ ചെയ്യുവാൻ, വാനിൽ ജീവിക്കുന്നു നമ്മെ കാവൽ ചെയ്യുവാൻ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവഭക്തിയോട് കൂടെ നാം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. എന്നാൽ ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവം, ദൈവഭക്തരോട് കൂടെ ഇരുന്ന ദൈവം അവൻ നമ്മോട് കൂടെ ഉണ്ടാകും. അവൻ നമ്മെ ഓർക്കുമെന്നല്ല ഓർത്തിരിക്കുന്നു. അവൻ നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. വിശാലിന്റെ അർത്ഥങ്ങളെ തിരിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ദൈവഭക്തിയോട് കൂടി ദൈവത്തോട് കൂടി നടക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവഭക്തന്മാരെ ഓർത്ത ദൈവം, അബ്രഹാമിനും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം ഇന്ന് നമ്മെ ഓർക്കുവാൻ നമ്മോട് കൂടെയുള്ള നമ്മൾ ഓർക്കുന്ന ദൈവമാണ്. അതിന്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവഭക്തിയോട് കൂടി ജീവിക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ. ഒരിക്കൽ കൂടി സഭകളുടെ എല്ലാ പ്രോത്സാഹനത്തിനുമുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.